സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഈ ഒരു കോൺസെപ്റ്റ് മാസ്റ്റർ ചെയ്ത് ഇത് മാത്രം വെച്ച് ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് നിങ്ങൾക്ക് നല്ലപോലെ മാസ്റ്റർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിൽ തന്നെ വലിയ ഹെൽപ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ്. സപ്പോർട്ടിന്റെ റെസിസ്റ്റൻസിന്റെ ഇൻ ഡെപ്തിലുള്ള ആ കോൺസെപ്റ്റ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ പഠിക്കും. ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലോട്ടോ താഴോട്ടോ പോകാൻ തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു പ്രൈസ് റേഞ്ചിനെയാണ് നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസും എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ടായിട്ടുള്ള ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണ്, ഇതിന്റെ പിറകിലുള്ള സൈക്കോളജി എന്താണ്, ഒരു ട്രേഡർ എങ്ങനെയാണ് സപ്പോർട്ടും റെസിസ്റ്റൻസും നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ ഇന്ന് പഠിക്കും. അതിനും പുറമെ ഒരു റിയൽ ചാർട്ടിൽ ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ നോക്കും. ആദ്യം തന്നെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. യൂട്യൂബ് കൊണ്ടുവന്ന ഒരു പുതിയ ഫീച്ചറാണ് ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ചാനലിൽ കയറിയിട്ട് വിസിറ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് പോകാം. അവിടെ ഇമേജസും വീഡിയോയും ടെക്സ്റ്റും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അത് എന്റെ സ്പേസ് അല്ല, അത് നിങ്ങൾക്കുള്ള സ്പേസ് ആണ്. അവിടെ നിങ്ങൾക്ക് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്താം, അവരോട് സംസാരിക്കാം, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം, നിങ്ങൾക്ക് അവിടെ ഡിസ്കഷൻ നടത്താം. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഈ സീരീസിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്താണ് പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങളവിടെ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കുക, ആളുകളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുക. ഒരു തുടക്കം എന്ന നിലയിൽ ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്തി നിങ്ങൾക്ക് അവിടെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്, ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റി വളരെ ഹെൽപ്ഫുൾ ആക്കാൻ പറ്റുന്നതാണ്, നിങ്ങൾക്ക് നോളജ് കൂട്ടിയെടുക്കാനായിട്ട്. നമ്മൾ ഓൾറെഡി ക്യാൻഡിൽസിനെ പറ്റി പഠിച്ചു, റെഡും ഗ്രീനും ആയിട്ടുള്ള ക്യാൻഡിൽസിനെ പറ്റി പഠിച്ചു. അപ്പോൾ എൻ്റെ ചോദ്യം, എല്ലാ റെഡ് ക്യാൻഡിൽസും ബെയറിഷ് ക്യാൻഡിൽ ആണോ എന്നുള്ളതാണ്. ചോദ്യം ഒന്നുകൂടെ പറയാം, എല്ലാ റെഡ് ക്യാൻഡിൽസും ബെയറിഷ് ക്യാൻഡിൽ ആണോ? നേരെ പോയി ഗൂഗിളിൽ നോക്കിയിട്ട് നിങ്ങൾ ആൻസർ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ആ ക്യാൻഡിലിന്റെ ബോഡിയുടെ വലുപ്പമോ വിക്കിന്റെ വലുപ്പമോ ഇതൊന്നും ഞാൻ സ്പെസിഫൈ ചെയ്യുന്നില്ല. അതെല്ലാം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഇമാജിനേഷന് വേണ്ടി വിടാം. ചോദ്യം ഇതാണ്, ഒരു റെഡ് ക്യാൻഡിൽ വന്നാൽ അത് എപ്പോഴും ബെയറിഷ് ക്യാൻഡിൽ ആണോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കുക. വെറുതെ ഈ വീഡിയോ എല്ലാം കണ്ട് സമയം കളയുന്നതുകൊണ്ട് ഒരു അർത്ഥവുമില്ല. നിങ്ങൾ സ്വന്തമായിട്ട് ചിന്തിക്കാൻ കൂടെ പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ എല്ലാം നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. ഞാൻ വീണ്ടും പറയുന്നു, ആ സ്പേസ് നിങ്ങളുടെയാണ്, എൻ്റെ അല്ല. മേക്ക് ഗുഡ് യൂസ് ഓഫ് ഇറ്റ്. ഓൾറൈറ്റ്, അപ്പോൾ ട്രേഡിംഗ് പഠിക്കുന്ന വീഡിയോയുടെ 6ാമത്തെ വീഡിയോ ആണിത്. വളരെ സീരിയസ് ആയിട്ട് ട്രേഡിംഗ് എടുക്കുന്ന ആളുകൾ ഡെഫിനറ്റ് ആയിട്ടും ആ പ്ലേലിസ്റ്റിൽ കയറി ആദ്യം തൊട്ട് എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക. ഇതിനോട് കൂടെ എനിക്ക് പറയാനുള്ള ഡിസ്ക്ലെയിമർ, ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല. ഞാൻ പഠിക്കുന്ന കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും വളരെ ആത്മാർത്ഥമായിട്ട് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരാൾ മാത്രമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ പഠനവും റിസർച്ചും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിലേക്ക് തിരിച്ചു വന്നാൽ, എനിക്ക് ഈ ഹോൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കോൺസെപ്റ്റിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ സൈക്കോളജിയാണ്. അപ്പോൾ ഇതിന്റെ സൈക്കോളജി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. നിങ്ങൾ എവിടെ പോയി നോക്കിയാലും നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കും. അതെന്താണ് എന്ന് ഞാൻ ആദ്യം ഒന്ന് പറയാം. അപ്പോൾ താഴെ ഒരു സപ്പോർട്ട് ഉണ്ട്, മുകളിലൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ പണം കൊടുത്ത് ഒരു സ്റ്റോക്ക് വാങ്ങാൻ റെഡിയായി ബയേഴ്സ് വരുന്നു. അവർ ഈ പ്രൈസിനെ പൊക്കിക്കൊണ്ട് ഒരു പോയിന്റിൽ കൊണ്ടെത്തിക്കുന്നു. ആ ഒരു പോയിന്റിന് മുകളിൽ പണം കൊടുക്കാൻ ബയേഴ്സ് തയ്യാറാവുന്നില്ല. അപ്പോൾ അവിടെ വെച്ച് സെല്ലേഴ്സ് ഡോമിനേറ്റിംഗ് ആവുന്നു. അവിടെ നിന്ന് പ്രൈസ് പതിയെ താഴോട്ട് പോകാൻ തുടങ്ങുന്നു. ആ പ്രൈസ് റേഞ്ചിനെ നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കും. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഈ റെസിസ്റ്റൻസിന് അടുത്ത് നിൽക്കുന്ന ഒരു പ്രൈസ്, അവിടെ നിന്നും സെല്ലേഴ്സും കുറഞ്ഞ പ്രൈസിന് ഈ സ്റ്റോക്ക് വിൽക്കാൻ തയ്യാറാവുന്നു. അങ്ങനെ പ്രൈസ് പതിയെ 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 താഴോട്ട് വരുന്നു. കുറച്ച് കഴിഞ്ഞ് ഒരു പോയിന്റ് എത്തിയപ്പോൾ അതിലും കുറഞ്ഞ പൈസയ്ക്ക് വിൽക്കാൻ സെല്ലേഴ്സ് തയ്യാറാവുന്നില്ല. അതല്ലെങ്കിൽ അവിടെ വെച്ച് കൂടുതൽ ബയേഴ്സ് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ബയേഴ്സ് ഡൊമിനേറ്റിംഗ് ആവുന്നു. അവിടെ നിന്നും പ്രൈസ് ബൗൺസ് ബാക്ക് ചെയ്യാനും തുടങ്ങുന്നു. അതിനെയാണ് നമ്മൾ സപ്പോർട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും സംഭവങ്ങൾ കേൾക്കുമ്പോൾ കൊള്ളാം, വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിച്ചാൽ, നമ്മൾ എവിടെ പോയി വായിച്ചാലും എന്തൊക്കെ കേൾക്കാൻ ശ്രമിച്ചാലും മിക്കവാറും നമുക്ക് കിട്ടാൻ പോകുന്ന എക്സ്പ്ലനേഷൻ ഇതായിരിക്കും. പക്ഷേ അവിടെ എന്തോ ഒരു സംഭവം മിസ്സിംഗ് അല്ലേ? എനിക്ക് മിസ്സിംഗ് ഫീലിംഗ് ഉണ്ടായി. മിക്കവാറും നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഈ മിസ്സിംഗ് ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. കാരണം ആ ഒരു സോണിൽ എത്തുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് തിരിയുന്നത്, അതല്ലെങ്കിൽ മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും ആ ഒരു സോണിൽ എത്തുമ്പോൾ തന്നെ ഇത് എന്തുകൊണ്ടാണ് തിരിയുന്നത്? അതിന് തൊട്ട് മുമ്പ് വെച്ച് എന്തും തിരിയുന്നില്ല. അല്ലെങ്കിൽ മുകളിൽ ചെന്ന് ഈ റെസിസ്റ്റൻസ് ആ ഒരു സോണിൽ തന്നെ വെച്ച് തിരിയുന്നത് എന്തുകൊണ്ടാണ് ആ സോൺ ടേണിംഗ് പോയിന്റ് ആവുന്നത്? അപ്പോൾ ഇത് കുറച്ചുകൂടി ഇൻഡെപ്തിൽ പഠിക്കാനും ഇതിനെപ്പറ്റി മനസ്സിലാക്കാനും ഞാൻ ശ്രമിച്ച സമയത്ത് എനിക്ക് കിട്ടിയ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ട്രേഡിംഗ് ഫോർ എ ലിവിംഗ് എന്ന് പറയുന്ന എൽഡർ അലക്സാണ്ടറിന്റെ ഒരു പുസ്തകത്തിൽ ഇത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ലോകത്തിലുള്ള എല്ലാ ട്രേഡിങ്ങിനെ പറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകം ഞാൻ വായിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്നും ഞാൻ കണ്ടിട്ടുള്ള വീഡിയോസിൽ നിന്നൊക്കെ ഏറ്റവും നല്ല എക്സ്പ്ലനേഷൻ ആയിട്ട് എനിക്ക് തോന്നിയതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. 1993 ഇറങ്ങിയ പുസ്തകമാണിത്. പക്ഷേ 2014 ഇദ്ദേഹം തന്നെ ഈ പുസ്തകത്തിന്റെ ഒരു റിവൈസ്ഡ് എഡിഷൻ കൂടെ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഈ രണ്ട് പുസ്തകത്തിലും ഈ ഒരു പോർഷൻ എക്സാക്ട്ലി സിമിലർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് എന്താണ് എന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ എൽഡർ അലക്സാണ്ടർ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ ഒരു സെക്ഷന് കൊടുത്തിരിക്കുന്ന പേര് തന്നെ മെമ്മറി, പെയിൻ ആൻഡ് റിഗ്രറ്റ് എന്നാണ്. മനുഷ്യർക്ക് മെമ്മറി ഉള്ളതുകൊണ്ടാണ് ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും വർക്ക് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ട്രേഡേഴ്സിന് അറിയാം, ഇപ്പോൾ താഴോട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു പ്രൈസ് ലെവൽ എത്തിയപ്പോൾ ഇതിന് മുമ്പ് അവിടെ വെച്ച് റിവേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് ട്രേഡേഴ്സിന് തന്നെ മെമ്മറി ഉള്ളതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് അദ്ദേഹം ആദ്യം പറയുന്ന എക്സ്പ്ലനേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പോയിന്റിൽ എത്തുമ്പോൾ ട്രേഡേഴ്സ് കൂടുതൽ വാങ്ങാൻ തുടങ്ങും, ബയേഴ്സ് ഡോമിനൻ്റ് ആവും, പ്രൈസ് ബൗൺസ് ബാക്ക് ചെയ്യും. അതേപോലെ തന്നെ പ്രൈസ് മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതോ ഒരു പോയിന്റിൽ വെച്ച്
പണ്ട് റിവേഴ്സ് ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇപ്പോഴും റിവേഴ്സ് ആകും എന്ന് ട്രേഡേഴ്സിന് മെമ്മറി ഉള്ളതുകൊണ്ട് അവിടെ വെച്ച് സെല്ലേഴ്സ് ഡൊമിനൻ്റ് ആവും, പ്രൈസ് താഴോട്ട് ഇറങ്ങാനും തുടങ്ങും. നമ്മളിവിടെ സംസാരിക്കുന്നത് ഒരാളോ രണ്ടാളോ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നുണ്ടല്ല, ലക്ഷക്കണക്കിന് ബയേഴ്സും സെല്ലേഴ്സും ഇൻവോൾവ് ആയ ആ ഒരു സെനാരിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് മനസ്സിൽ കീപ്പ് ചെയ്യണം. ഒരാളോ രണ്ടാളോ 10 ആളോ 1000 ആളോ എന്ന് വിചാരിച്ചാലൊന്നും ഇതിങ്ങനെ ബൗൺസ് ബാക്ക് ചെയ്യുകയൊന്നും ചെയ്യില്ല. അപ്പോൾ അത്രയും ആളുകൾ തീരുമാനിക്കുമ്പോൾ, അല്ലെ അത്രയും ആളുകൾ ഇവിടെ ഈ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്താണ് ഈ സോൺ ക്രിയേറ്റഡ് ആയിട്ട് വരുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ, ആ എക്സ്പ്ലനേഷനും ഈ മെമ്മറി തിയറി ഏകദേശം സിമിലർ ആണ്. അപ്പോഴും നമ്മുടെ ആ ഒരു പോയിന്റിനെ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴും നമുക്ക് എന്തോ ഒരു മിസ്സിംഗ് ആയിട്ട് തോന്നും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പുസ്തകത്തിൽ ഇത് ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്, അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് വേറെ കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ റിഗ്രറ്റും പെയിനും എന്ന് പറയുന്ന ഇമോഷൻസ് ഒക്കെ വെച്ചിട്ട് അദ്ദേഹം ഇത് നന്നായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ആ കാര്യം തന്നെ ഞാൻ അതേപോലെ ഇവിടെ പറയാൻ ശ്രമിക്കുന്നില്ല, കാരണം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാൻ തന്നെ ഒരുപാട് തവണ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ അത് അതേപോലെ ചിലപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് മനസ്സിലായില്ല എന്ന് വരും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എടുത്ത് അത് എല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് അത് മനസ്സിലാവും. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്കും ചെറിയൊരു സംശയം ഉണ്ടായിരിക്കാം, എന്തിനാണ് ഞാൻ ഇതിൻ്റെ സൈക്കോളജി ഒക്കെ മനസ്സിലാവുന്നത്, എന്താണ് ഇതുകൊണ്ട് എനിക്കുണ്ടാകുന്ന ഗുണമെന്നുള്ളത്. നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. നിങ്ങൾക്ക് ഇതുകൊണ്ട് ഡെഫിനറ്റ്ലി മുമ്പോട്ടുള്ള യാത്രയിൽ വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള സൈക്കോളജിയോ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പേരും ഈ സപ്പോർട്ടിനെയും റെസിസ്റ്റൻസിനെയും തെറ്റിദ്ധരിക്കുന്നതായിട്ടും തെറ്റായിട്ട് വരയ്ക്കുന്നതായിട്ടും ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സമയം മെനക്കെട്ട് ഇതൊന്ന് പഠിക്കാൻ ശ്രമിക്കും. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഒരുപാട് ആളുകൾ വീഡിയോയുടെ ലെങ്ത് 15 മിനിറ്റ്സ് താഴെ നിർത്തണം എന്നൊക്കെ എന്നോട് പറയുന്നുണ്ടായിരുന്നു. ഞാനിത് മാക്സിമം ശ്രമിക്കാം, പക്ഷേ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പം കുറച്ച് ലെങ്ത് ആയി പോകുന്നതാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പോൾ 20 മിനിറ്റ്സ് ഉള്ള വീഡിയോ ആണെങ്കിൽ പോലും നിങ്ങൾ സ്പീഡ് 1.5 ഇട്ട് കഴിഞ്ഞാൽ അത് 13 മിനിറ്റ് കൊണ്ട് നിങ്ങൾ കണ്ടു തീർക്കാം. അപ്പോൾ അതുകൊണ്ട് സമയം ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ആ സ്പീഡ് 1.5 ആക്കാൻ ശ്രമിക്കുക. അതല്ല, കുറച്ച് നിങ്ങളുടെ പേസിൽ പഠിച്ച് പയ്യെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ സ്പീഡിൽ കാണാം. ഞാൻ ജസ്റ്റ് ഒരു സജഷൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പോയിന്റിലോട്ട് വരാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഏതോ ഒരു കമ്പനിയുടെ ഒരു സ്റ്റോക്കാണ്. ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് 2400 2500 ലെവലിൽ കിടന്ന് ഇങ്ങനെ കളിക്കുകയാണ്. മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ പോയി കളിക്കുകയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ആക്ച്വലി വേണമെന്നുണ്ടെങ്കിൽ മെമ്മറി ലെവൽസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമ്മളിപ്പോൾ വിളിക്കുന്നില്ല, കാരണം നമ്മൾ അതിലേക്ക് വരുന്നതേ ഉള്ളൂ. നമുക്ക് ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ മെമ്മറി ലെവൽസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. കാരണം നമ്മുടെ എൽഡർ അലക്സാണ്ടർ തന്നെ പറഞ്ഞ പോലെ തന്നെ ട്രേഡേഴ്സിന് ഓർമ്മയുണ്ട് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളതൊരു വളരെ വീക്കായിട്ടുള്ള 2 ലെവൽസ് എന്ന് മാത്രം ഇപ്പോൾ കൺസിഡർ ചെയ്താൽ മതി. അതാണ് മെമ്മറി ലെവൽസ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്കിനി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റെഡ് പോയിന്റിലും ഈ ഒരു ഗ്രീൻ പോയിന്റിലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഈ റെഡ് പോയിന്റ് എടുക്കുകയാണ്. ആ റെഡ് പോയിന്റിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഓൾറെഡി കണ്ടു, ഈ പ്രൈസ് ഇങ്ങനെ താഴോട്ട് വരുന്നു, ഇവിടുന്ന് മുകളിലോട്ട് കയറുന്നു, അവിടുന്ന് പിന്നെയും താഴോട്ട് വരുന്നു, പിന്നെയും മുകളിലോട്ട് പോകുന്നു. അപ്പോൾ ഈ റെഡ് പോയിന്റിൽ ഇത് വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ട്രേഡേഴ്സ് എന്താണ് ചിന്തിക്കുന്നത്? ബൈ ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആളുകൾ എൻ്റർ ചെയ്യും, അതായത് ബൈയേഴ്സ് എൻ്റർ ചെയ്യും. കാരണം അവർ എക്സ്പെക്ട് ചെയ്യുന്നത് പ്രൈസ് മുകളിലോട്ട് പോകുന്നതാണ്. മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ വാങ്ങിച്ചാൽ കൂടുതൽ പൈസയ്ക്ക് വിൽക്കാം. അതിനുശേഷം അവർ തന്നെ തീരുമാനിക്കുന്നത് 2500 അടുപ്പിച്ച് ഈ ലൈനിൻ്റെ അടുത്ത് എവിടെയെങ്കിലും എത്തുമ്പോൾ വിൽക്കാം, പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അങ്ങനെ കരുതി ഈ റെഡ് പോയിന്റിൽ നിന്നും ബയേഴ്സ് എൻ്റർ ചെയ്യും. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലായി, നമ്മുടെ റെഡ് പോയിന്റിൽ നിന്നും ബയേഴ്സ് എൻ്റർ ചെയ്യും. അവർ ടേക്ക് പ്രോഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2500 അടുപ്പിച്ചുള്ളൊരു പോയിന്റിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ അവർ പ്ലാൻ ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത ഈ ഗ്രീൻ പോയിന്റിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് പ്രൈസ് പിന്നെയും കറങ്ങി തിരിഞ്ഞ് ഈ ഗ്രീൻ പോയിന്റിൻ്റെ അടുത്ത് എത്തി. അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഈ റെഡ് പോയിന്റിൽ വെച്ച് എൻ്റർ ചെയ്ത ബയേഴ്സ് ഉണ്ട്. ആ ബയേഴ്സ് 2400 വാങ്ങി 2500 അടുപ്പിച്ച് വരുന്ന സമയത്ത് അവർക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതിനോട് അടുത്ത് എത്തുമ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്യും? ഇവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. അതായത് ഈ റെഡ് പോയിന്റിൽ വെച്ച് കയറിയ ബയേഴ്സ് ഈ ഗ്രീൻ പോയിന്റിൽ എത്തുന്ന സമയമാകുമ്പോഴത്തേക്ക് അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. അതേസമയം തന്നെ വേറെ ഒരു സംഭവം കൂടെ അവിടെ നടക്കും. അതെന്താണ് എന്ന് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിനെപ്പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. കാരണം അതിനെപ്പറ്റി പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. കുറേ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് ഞാനൊന്ന് പറയാം. നമുക്ക് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇൻട്രാഡേ ട്രേഡിങ്, അതായത് ഒരു ദിവസം വാങ്ങി വിൽക്കുന്ന അല്ലെങ്കിൽ വിറ്റ് വാങ്ങുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആദ്യം എനിക്കൊരു സ്റ്റോക്ക് വാങ്ങാം, പിന്നെ എനിക്ക് വിൽക്കാം. അതേപോലെ തന്നെ എനിക്ക് ആദ്യം ഒരു സ്റ്റോക്ക് വിൽക്കാം, പിന്നെ വാങ്ങാം. അതായത് എൻ്റെ കയ്യിലില്ലാത്തൊരു സ്റ്റോക്ക് എനിക്ക് ആദ്യം വിൽക്കാം, പിന്നെ വാങ്ങാം. അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ടെക്നിക്കാലിറ്റി ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇങ്ങനെ ചെയ്യാൻ സാധിക്കും എന്ന് മാത്രം ഒന്ന് മനസ്സിൽ ഓർത്ത് വയ്ക്കുക. അതായത് എനിക്ക് പ്രൈസ് മുകളിലോട്ട് പോകുമെന്ന് തോന്നുന്നൊരു സ്റ്റോക്ക് ഞാനിപ്പോൾ വാങ്ങും, പ്രൈസ് മുകളിലോട്ട് പോകുമ്പോൾ ഞാൻ വിൽക്കും. അതേപോലെ തന്നെ പ്രൈസ് താഴോട്ട് പോകും എന്ന് എനിക്ക് തോന്നുന്ന ഒരു സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എനിക്കത് ആദ്യം വിൽക്കാം, പിന്നെ വാങ്ങിക്കാം. അപ്പോഴെനിക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇതിനെയാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്.
എന്തുകൊണ്ടാണ് ഇതിനെ ഷോർട്ട് സെല്ലിംഗ് എന്ന് വിളിക്കുന്നത്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ ടെക്നിക്കാലിറ്റി, എല്ലാ കാര്യങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. പക്ഷേ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇത്ര മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഈ ഗ്രീൻ പോയിന്റിൽ എത്തുന്ന സമയത്ത് ഷോർട്ട് സെല്ലേഴ്സ് എൻ്റർ ചെയ്യും. എന്തുകൊണ്ടാണ്? കാരണം അവർക്കറിയാം ഈ പ്രൈസ് ഈ റേഞ്ചിലാണ് കിടന്ന് കളിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടുന്ന് താഴോട്ട് വരാനാണ് ചാൻസ്. അപ്പോൾ പ്രൈസ് താഴോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? ആദ്യം സെല്ല് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ ബൈ ചെയ്യും. അപ്പോൾ ഷോർട്ട് സെല്ലേഴ്സ് എൻ്റർ ചെയ്യുന്നു. അവർ 2500 എൻ്റർ ചെയ്തിട്ട് നിയർ 2400 പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും അവർ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം പെട്ടെന്ന് ഞാൻ ചുരുക്കി ഒന്ന് പറയാം. ഈ ഗ്രീൻ പോയിന്റിൽ ഇപ്പോൾ ആരൊക്കെ ഉണ്ട് എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഒന്നാമത് ഫസ്റ്റ് വൺ, റെഡ് പോയിന്റിൽ നിന്ന് കയറിയ ബയേഴ്സ്, അതായത് അവർ 2400 റേഞ്ചിൽ നിന്ന് കയറിയ ബയേഴ്സ് അവർ 2500 അടുപ്പിച്ചായപ്പോൾ അവർ വിറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ആളുകളോടുണ്ട്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് ആളുകൾ എന്താണ്? ഷോർട്ട് സെല്ലേഴ്സാണ്. അവർ ഗ്രീൻ പോയിന്റിൽ ഇത് വന്നപ്പോൾ പ്രൈസ് താഴോട്ട് വരും എന്നുള്ള ആ ഒരു എക്സ്പെക്റ്റേഷനോടുകൂടി അവർ ഷോർട്ട് സെല്ല് ചെയ്തു. എന്നിട്ട് എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്? പ്രൈസ് താഴോട്ട് 2400 എത്തുന്ന സമയത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം എന്ന് പറയുന്ന എക്സ്പെക്റ്റേഷനോട് നിൽക്കുന്ന രണ്ട് കൂട്ടരിപ്പം ഇവിടെ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ ഗ്രീൻ പോയിന്റിൽ നിന്നും ഇനി എങ്ങോട്ടാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത് എന്നറിയാനായിട്ട് ഈ രണ്ട് കൂട്ടരും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിൻ്റെ പ്രൈസ് താഴോട്ട് പോകും എന്നാണ്. പക്ഷേ നമുക്കൊരു സെനാരി എടുക്കാം. എന്തോ ഒരു കാരണത്താൽ ഇതിൻ്റെ പ്രൈസ് താഴോട്ട് പോയില്ല, പ്രൈസ് ബ്രേക്ക്ഔട്ട് ചെയ്ത് മുകളിലോട്ട് പോവുക എന്ന് കരുതുക. അതിന് പല കാരണങ്ങളുണ്ടായേക്കാം. കാരണങ്ങളിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല, കാരണങ്ങളെപ്പറ്റി ഒന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ട്രേഡിംഗ് ആണ് പഠിക്കുന്നത്. ബട്ട് എന്തെങ്കിലും കാരണം ആയിക്കോട്ടെ, അതിനെപ്പറ്റി ഒരു നല്ല ന്യൂസ് വന്നു, അതല്ലെങ്കിൽ കുറേ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വന്നു, കോടികളുമായിട്ട് പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റേഴ്സ് വന്നു, എന്ത് കാരണം ആയിക്കോട്ടെ പ്രൈസ് മുകളിലോട്ട് പോകാൻ തുടങ്ങി എന്ന് കരുതുക. അപ്പോൾ പ്രൈസ് ഇതേ ഇവിടെ 2500 നിന്നില്ല, 2600 കഴിഞ്ഞ് 2700 അടുപ്പിച്ചൊക്കെ പ്രൈസ് ഇങ്ങനെ മുകളിലോട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ഈ മാർക്കറ്റിൽ നടക്കുന്ന ഇമോഷൻസ് എന്തൊക്കെയായിരിക്കും? ഒന്നാമത്തെ കാര്യം, നമ്മൾ ആദ്യം കണ്ട ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. അവർ 2400 വാങ്ങിച്ചു, 2500 കൊണ്ട് വിറ്റു. കാരണം അവിടുന്ന് പ്രൈസ് താഴോട്ട് പോകുമെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് പ്രൈസ് താഴോട്ട് പോയില്ല, പ്രൈസ് അവിടുന്ന് മുകളിലോട്ട് പോയി. ഇവർക്ക് തോന്നുന്ന ഇമോഷൻ എന്താണ്? അവർക്ക് തോന്നുന്ന ഇമോഷൻ റിഗ്രറ്റ് ആണ്. കാരണം 2500 വിറ്റ് പോയല്ലോ എന്നുള്ള റിഗ്രറ്റ്. അവർ മനസ്സിൽ വിചാരിക്കും, 2600 2700 ഒക്കെ ആയി, കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തിരുന്നത് ചിലപ്പോൾ കുറച്ചുകൂടെ പൈസ കിട്ടിയേനേയും എന്ന് ഒരു റിഗ്രറ്റ് അവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ റിഗ്രറ്റ് എന്ന് പറയുന്ന ഒരു ഇമോഷൻ മാർക്കറ്റിലേക്ക് പയ്യെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു റിഗ്രറ്റിനോടൊപ്പം അവരുടെ ഉള്ളിൽ വരുന്ന മറ്റൊരു ഇമോഷനുണ്ട്. ഇത്രയും നേരം അവരുടെ മെമ്മറിയിൽ അവർക്കുണ്ടായിരുന്നത് ഈ 2500 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് വിൽക്കാനുള്ള സ്ഥലമാണ്, 2400 ആണ് വാങ്ങാനുള്ള സ്ഥലം. 2500 എന്ന് പറയുന്നത് വാങ്ങുന്നത് ബുദ്ധിമുട്ടാണ്, കാരണം അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അത് വിൽക്കാനുള്ള സ്ഥലമാണെന്നാണ് ഇത്രയും നാൾ അവരുടെ മെമ്മറിയിൽ ഇരുന്നത്. പക്ഷേ ഇവിടുന്ന് പ്രൈസ് 2600 2700 ഒക്കെ കടക്കുന്ന സമയത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ മനസ്സിലേക്ക് ഈ 2500 പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൈയിങ് സോണാണ് എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലോട്ട് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇനി വേറെ ഒരു കൂട്ടം ആളുകളോടുണ്ട്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് സെല്ല് ചെയ്ത ആളുകൾ. അവർ ഈ 2500 റേഞ്ചിൽ വന്ന് വിറ്റത് എന്തിനാണ്? ഇത് താഴോട്ട് പോകുമ്പോൾ പ്രോഫിറ്റ് എടുക്കാനായിട്ട്. പക്ഷേ ഇതിൻ്റെ പ്രൈസ് മുകളിലോട്ടാണ് പോയത്. അവർക്കിപ്പം നഷ്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നഷ്ടം വന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ വരുന്ന ഇമോഷൻ എന്താണ്? പെയിനാണ്. അപ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണ്? ഇതിൻ്റെ പ്രൈസ് താഴോട്ട് പോകേണ്ടിയിരുന്നതാണ്, ഇതിപ്പോൾ മുകളിലോട്ടാണ് പോയത്, നഷ്ടമാണല്ലോ എന്നവർ വിചാരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ പൊസിഷൻ ഒഴിയണമെന്നുണ്ടെങ്കിൽ അവരാദ്യം സെല്ലാണ് ചെയ്തത്, പിന്നെ അവർക്ക് ബൈ ചെയ്യണം. അപ്പോൾ അവർ വിചാരിക്കാൻ പോകുന്നത് ഇതെങ്ങനെങ്കിലും ഒന്ന് ഇറങ്ങി 2500 റേഞ്ചിൽ ഒന്ന് വന്നാൽ അത് ബൈ ചെയ്ത് ആ പൊസിഷൻ അങ്ങ് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടമില്ലാതെങ്കിലും ഇരിക്കാമല്ലോ എന്നുള്ളൊരു ഇമോഷനിലൂടെ ഇവരും കടന്നു പോകും. അപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ രണ്ട് കൂട്ടം ആളുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഒന്ന് റിഗ്രറ്റ് ഫീൽ ചെയ്യുന്ന ആളുകൾ, അവർക്കും ഈ 2500 എന്ന് പറയുന്ന ഒരു ബൈയിങ് സോണായിട്ട് മാറി. അതേപോലെ തന്നെ പെയിനുള്ള ഒരു കൂട്ടം ആളുകൾ, അവർക്കും ഈ 2500 എന്ന് പറയുന്നത് ഒരു ബൈയിങ് സോണായിട്ട് മാറി. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഈ പ്രൈസ് കറങ്ങിത്തിരിഞ്ഞ് ഈ ഒരു സോണിൽ എത്തുമ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ രണ്ട് കൂട്ടം ആളുകളും ബയേഴ്സ് ആയിട്ട് മാറും. അവർ ബൈ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അവിടെ ഒരു സപ്പോർട്ട് ക്രിയേറ്റഡ് ആവും, പ്രൈസ് ബൗൺസ് ബാക്ക് ചെയ്യാനും തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു സൈക്കോളജിയെ പറ്റി കേട്ടിട്ട്? എനിക്കിത് വളരെ ബ്യൂട്ടിഫുള്ളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതേ സംഭവം തന്നെയാണ് തിരിച്ച് സംഭവിക്കാൻ പോകുന്നത്. അതായത് താഴോട്ട് പ്രൈസ് പൊക്കോണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ വെച്ച് ഇത് തിരിയും എന്നായിരിക്കും ഇവരെല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ അവിടുന്ന് പ്രൈസ് നേരെ താഴോട്ട് പോയി എന്ന് കരുതുക. ഇവിടെ നിന്ന് പ്രൈസ് മുകളിലോട്ട് പോകും എന്ന് കരുതി ഈ ഷെയർ വാങ്ങിയ ആളുകളുണ്ട്. അവർ പെയിനിലാണ്. കാരണം പ്രൈസ് താഴോട്ട് വന്നു, എങ്ങനെങ്കിലും ഇതൊന്ന് ഈ റേഞ്ചിൽ എത്തിക്കഴിഞ്ഞാൽ അത്
വിറ്റൊഴിവാക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പോയിന്റിൽ വെച്ച് ഷോർട്ട് സെല്ല് ചെയ്ത ആളുകളുണ്ട്. ഷോർട്ട് സെല്ല് ചെയ്തിട്ട് ഇവിടെ വരെ വന്നപ്പോൾ അവർക്ക് പ്രോഫിറ്റ് വന്നു, ഇവിടെ വെച്ച് അവർ ബൈ ചെയ്ത് അവർ ഒഴിഞ്ഞു. പക്ഷേ വീണ്ടും പ്രൈസ് താഴോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അവർക്ക് എന്തായി, അവർക്ക് റിഗ്രറ്റ് ഫീൽ ചെയ്യാൻ തുടങ്ങി. കാരണം കൂടുതൽ പ്രോഫിറ്റ് കിട്ടേണ്ടിയിരുന്നതാണ്, അയ്യോ നേരത്തെ എക്സിറ്റ് ആയല്ലോ എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് വരും. അവർക്ക് അങ്ങനെ റിഗ്രറ്റും വരും. അപ്പോൾ ഈ രണ്ട് ടീമും ഈ ഒരു പോയിന്റിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് സെല്ല് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. തിരിച്ച് ഈ പ്രൈസ് ഇവിടെ എത്തുന്ന സമയത്ത് അവർ രണ്ടുപേരും സെല്ല് ചെയ്യുന്നു, പ്രൈസ് വീണ്ടും താഴോട്ട് പോകുന്നു. അങ്ങനെയാണ് സപ്പോർട്ടും റെസിസ്റ്റൻസും എന്ന് പറയുന്ന സോൺ ക്രിയേറ്റഡ് ആവുന്നത്. ഈ സോൺ ക്രിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാരണവും ഈ ഇമോഷൻസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇത്രയും പോർഷൻ ഒന്നുകൂടെ ഒന്ന് കാണുക. നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് മനസ്സിലാവും. മനസ്സിലാവാത്ത ആളുകൾക്ക് ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് മനസ്സിലാവുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുകയും ചെയ്യും. ഈ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ മുന്നോട്ട് പഠിക്കാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ സപ്പോർട്ടിൻ്റെ റെസിസ്റ്റൻസിൻ്റെയും സ്ട്രെങ്ത് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട്, അതായത് സപ്പോർട്ടും റെസിസ്റ്റൻസും എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളത് എത്രത്തോളം ആളുകൾക്ക് എത്രത്തോളം ഇമോഷൻസ്, അവരുടെ ഇമോഷൻ്റെ സ്ട്രെങ്ത്തും എത്ര ആളുകൾ ഇതിൽ ഇൻവോൾവ് ആണ് എന്നുള്ളതും ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഒരു കൂട്ടം ആളുകളുടെ ഇമോഷൻ എങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ള സംഭവം മനസ്സിലാക്കിയില്ലേ. അപ്പോൾ ഞാൻ പഠിച്ചതിൽ എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഞാനിവിടെ പറഞ്ഞത്. ഇതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് താഴെ എക്സ്പ്ലെയിൻ ചെയ്യുക. നമ്മൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. ഓൾ റൈറ്റ്, അപ്പോൾ അടുത്തൊരു സെക്ഷനും കൂടെ, എങ്ങനെയാണ് സപ്പോർട്ടും റെസിസ്റ്റൻസും ഒരു ട്രേഡറിനെ ട്രേഡ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, ഇതെങ്ങനെയാണ് പ്രാക്ടിക്കലി നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ അത് പഠിക്കുന്നതിന് മുമ്പേ നമ്മൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട 2 ടേംസ് ഉണ്ട്. ആ 2 ടേംസ് ഞാൻ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് പോകാം. ഇപ്പോൾ ഫസ്റ്റ് ടേം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനായിട്ട് ഞാൻ ഒരു സെനാരിയോ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓൾ റൈറ്റ്, ഏതെങ്കിലും ഒരു റാൻഡം സ്റ്റോക്ക്, ആ റാൻഡം സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇപ്പോൾ 100-ലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ വെച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നു ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് 120-ലേക്ക് പോകുമെന്ന്. അപ്പോൾ ആ ട്രേഡറിൻ്റെ പ്ലാൻ എന്താണ്? 100-ൽ വാങ്ങുന്നു, 120-ൽ എക്സിറ്റ് ചെയ്യുന്നു, അതായത് 120-ൽ പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങി പോകുന്നു. അപ്പോൾ ഈ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ഈ ട്രേഡർ തീരുമാനിക്കേണ്ട വേറൊരു കാര്യം കൂടെ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലുള്ള ഒരു ട്രേഡർക്കും 100% ഉറപ്പായിട്ട് ഒരു കാര്യം പറയാൻ പറ്റില്ല. അതായത് ഇനി പ്രൈസ് മുകളിലോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ താഴോട്ടാണ് പോകുന്നത് 100% ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ട്, അവർ കള്ളമാണ് പറയുന്നത്. അപ്പോൾ ഈ ട്രേഡർ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് തീരുമാനിക്കേണ്ട ഒരു കാര്യം, ഞാൻ വിചാരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുന്നതാണ്, പക്ഷേ താഴോട്ട് പോയാൽ ഞാൻ എന്ത് ചെയ്യണം, അതല്ലെങ്കിൽ താഴോട്ട് പോയാൽ എനിക്ക് നഷ്ടം ഏത് പോയിന്റ് വരെ എനിക്ക് സഹിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനം എടുത്തിട്ട് വേണം ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാൻ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ഈ ഒരു ടേം ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ ഫുൾ സംഭവം ഒരു സെനാരിയോ വെച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സെനാരിയോ നമ്പർ 1, 100 രൂപയ്ക്ക് ട്രേഡർ എൻ്റർ ചെയ്യുന്നു, 120-ലേക്ക് പ്രൈസ് പോകുന്നു, അവിടെ വെച്ച് എക്സിറ്റ് ചെയ്യുന്നു. ഈ 120 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിനെ നമ്മൾ ടേക്ക് പ്രോഫിറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ടാർഗറ്റ് എന്ന് പറയും. ടേക്ക് പ്രോഫിറ്റ് ആണ് ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള വേർഡ്, ടാർഗറ്റ് എന്നും വേണമെങ്കിൽ പറയാം. ഇദ്ദേഹത്തിൻ്റെ എൻട്രി പ്രൈസ് എന്താണ്? 100. ടാർഗറ്റ് എന്താണ്, അല്ലെങ്കിൽ ടേക്ക് പ്രോഫിറ്റ് എന്താണ്? 120. സ്റ്റോപ്പ് ലോസ് എന്താണ്? 96. അപ്പോൾ ഫസ്റ്റ് സെനാരിയോയിൽ എന്താണ്? 100-ൽ അദ്ദേഹം എൻ്റർ ചെയ്യുന്നു, പ്രൈസ് മുകളിലോട്ട് പോകുന്നു, 120 ആകുന്നു, പ്രോഫിറ്റ് എടുക്കുന്നു, ഇറങ്ങിപ്പോകുന്നു, എല്ലാം നൈസ്, ഒന്നും പറയാനില്ല. ഇനി സെനാരിയോ നമ്പർ 2, 100 രൂപയ്ക്ക് വാങ്ങുന്നു, വിചാരിച്ച പോലെ പ്രൈസ് മുകളിലോട്ട് പോയില്ല, പ്രൈസ് താഴോട്ട് വരുന്നു, 96 ആവുന്നു. സ്റ്റോപ്പ് ലോസ് നമ്മൾ തീരുമാനിച്ചത് 96 ആണല്ലോ, 96-ൽ വെച്ച് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നു. ചെറിയൊരു നഷ്ടം വരുന്നു, 4 രൂപ നഷ്ടം വരുന്നു, നമ്മൾ ഇറങ്ങിപ്പോകുന്നു, മിണ്ടാതിരിക്കുന്നു. അതും കുഴപ്പമൊന്നുമില്ല, സിമ്പിൾ ആണല്ലേ. പക്ഷേ റിയാലിറ്റിയിൽ ഇതൊന്നും അല്ല സംഭവിക്കാൻ പോകുന്നത്. അത് സെനാരിയോ നമ്പർ 3 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ 100 രൂപയ്ക്ക് നമ്മൾ വാങ്ങുന്നു, പ്രൈസ് പയ്യെ മുകളിലോട്ട് കയറും എന്നാണ് നമ്മൾ വിചാരിച്ചത്, മുകളിലോട്ട് തന്നെ കയറുന്നു, 105 ആവുന്നു, 110 ആവുന്നു, 115 ആവുന്നു, 116 ആവുന്നു. അപ്പോൾ 116 ആയപ്പോൾ നമ്മൾ ഓക്കെ, പ്രൈസ് മുകളിലോട്ടാണല്ലോ കയറുന്നത്. പക്ഷേ 116 കഴിഞ്ഞിട്ട് 120-ലോട്ട് പോകുന്നില്ല, അവിടുന്ന് പ്രൈസ് താഴോട്ട് പോകുന്നു. അവിടുന്ന് 115 ആവുന്നു, 110 ആവുന്നു, 105 ആവുന്നു, 100 ആവുന്നു, അവിടുന്ന് താഴോട്ട് പോകുന്നു, 98 ആവുന്നു, 96-ലെത്തുന്നു. ഇപ്പോൾ നമ്മൾ 100 രൂപയ്ക്കും 200 രൂപയുടെ ഒക്കെ കണക്ക് ഞാനിവിടെ എക്സാമ്പിളായിട്ട് പറയുമ്പോൾ നമുക്ക് ഓക്കെയാണ്. പക്ഷേ ഇത് 1 ലക്ഷം രൂപയാണെങ്കിലോ അല്ലെങ്കിൽ 1 കോടി രൂപയാണെങ്കിലോ നമുക്ക് നമ്മുടെ ഇമോഷൻസ് വളരെ 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 സ്റ്റേബിൾ ആയിരിക്കുമോ? ഈ ട്രേഡറിൻ്റെ ഉള്ളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. എന്നാലും 120-ൽ പ്രോഫിറ്റ് എടുക്കേണ്ടതായിരുന്നു, 116 വരെ വന്നു, അവിടെ നിന്നാണ് ഇപ്പോൾ താഴോട്ട് വന്നിരിക്കുന്നത്. 96-ൽ ഞാനിപ്പോൾ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റിൽ നിന്ന ഒരു ട്രേഡ് ലോസിൽ ഞാൻ എക്സിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഭയങ്കര കൺഫ്യൂഷനിലാവും ഈ ട്രേഡർ. അപ്പോൾ 96-ലെത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 96-ൽ നമ്മൾ എക്സിറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ തീരുമാനിച്ചത്. പക്ഷേ ട്രേഡർ എക്സിറ്റ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുന്നു, കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുന്നു. അത് വീണ്ടും കുറയുന്നു, 94-ലെത്തുന്നു, 90-ലെത്തുന്നു, 88-ലെത്തുന്നു. പിന്നെ അങ്ങോട്ടത്തെ കഥ ഞാൻ പറയുന്നില്ല, കാരണം പിന്നെ ചിലപ്പോൾ പ്രൈസ് മുകളിലോട്ട് കയറിയേക്കാം, താഴോട്ട് കയറിയേക്കാം. അതല്ല നമ്മുടെ ഇവിടുത്തെ ടോപ്പിക്ക്. അപ്പോൾ പ്രശ്നം ഞാനിവിടെ പറയാൻ വന്നത്, നമ്മളെല്ലാം തീരുമാനിച്ചുറപ്പിച്ചൊരു ട്രേഡിലോട്ട് കയറിയതിന് ശേഷം ഇവിടെ നടക്കുന്ന സംഭവം അനുസരിച്ച് നമ്മൾ നമ്മുടെ ഫുൾ
നമ്മുടെ പ്ലാൻ നമ്മൾ മാറ്റുന്നു. നമ്മൾ 96 എക്സിറ്റ് ചെയ്യുമെന്നാണ് തീരുമാനിച്ചത്, പക്ഷേ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഏത് ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ പോലും നമുക്ക് ഈ സ്റ്റോപ്പ് ലോസ് ആദ്യം തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ 100 എൻ്റർ ചെയ്യാൻ പോകുന്നത്, 120 എൻ്റെ ടേക്ക് പ്രോഫിറ്റ്, 96 എൻ്റെ സ്റ്റോപ്പ് ലോസ്. എനിക്കിതൊക്കെ കൊടുത്തിട്ട് വേണം എൻ്റർ ചെയ്യാൻ. അപ്പോൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് 96 വരുമ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കും, ഞാൻ എക്സിറ്റ് ആയി പോകും. ഇത് ഇരുമ്പലൊക്കെ ഒന്നും അല്ല, നമുക്കിത് മാറ്റാനൊക്കെ പറ്റും ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്. പക്ഷേ നമുക്ക് അങ്ങനെ കൊടുത്തിട്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു അറിവിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ വേറൊരു സെനാരിയോ എടുത്തു കഴിഞ്ഞാൽ 100 തുടങ്ങി, അത് 105 എത്തി, 110 എത്തി, 115 എത്തി, 116 എത്തി. വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് സ്റ്റോപ്പ് ലോസ് പയ്യെ എടുത്തിട്ട് 96 സ്റ്റോപ്പ് ലോസ് ഇരുന്നത്, എനിക്ക് സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ പൊക്കി എടുത്തിട്ട് കൊണ്ട് 110 കൊണ്ടുവയ്ക്കാം. കാരണം ഞാൻ അവിടെ വെച്ച് തീരുമാനിക്കുകയാണ്, അവിടുന്ന് 116 നിന്ന് മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഗുഡ്, അവിടുന്ന് ഇനി താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 110 വെച്ച് എക്സിറ്റ് ചെയ്തിട്ട് കിട്ടുന്ന പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാം എന്ന് വേണം എനിക്ക് തീരുമാനിക്കാം. ഇങ്ങനെ ഈ സ്റ്റോപ്പ് ലോസിനെ മുകളിലോട്ട് കയറ്റി ഈ പ്രൈസ് പോകുന്നതനുസരിച്ച് കയറ്റി ഇങ്ങനെ വെക്കുന്നതിനാണ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ പ്രോഫിറ്റ് നല്ല രീതിയിൽ നല്ലൊരു ബുള്ളിഷ് മൂവ് വന്നിട്ട് നമുക്ക് ഒരു 120 അടുപ്പിച്ച് എത്തുന്ന സമയത്ത് നമുക്ക് തോന്നുന്നു ഇനിയും ചിലപ്പോൾ പ്രൈസ് മുകളിലോട്ട് കയറാമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ടേക്ക് പ്രോഫിറ്റും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുകളിലോട്ട് കയറ്റി വെച്ച് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന പോലെ നമുക്ക് അതും വേണമെങ്കിൽ ട്രെയിൽ ചെയ്യാം. അത് ഞാൻ ജസ്റ്റ് ഒരു ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഈ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും എന്ന് പറയുന്ന 2 ടേംസ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ചാർട്ടിൽ പോയി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും എങ്ങനെയാണ് ഒരു ട്രേഡർക്ക് യൂസ്ഫുൾ ആവുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ വളരെ റാൻഡമായിട്ട് ഇവിടെ ഒരു ചാർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാർട്ട് ഞാൻ ആദ്യം എടുത്തിട്ട് ഞാൻ വളരെ ക്ലോസ് ആയിട്ടൊന്ന് നോക്കിയിട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ടേണിംഗ് പോയിൻറ്റ്സ് ഞാൻ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ടേണിംഗ് പോയിൻറ്റ്സ് ലൈക്ക് പോയിൻറ്റ് A, B, C, D, E, F ഇതെല്ലാം ഞാൻ മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് പോയിൻറ്റ് എയിൽ നമുക്ക് കാണാം അവിടെ നിന്ന് പ്രൈസ് നല്ല രീതിയിൽ മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. ബിയിൽ വന്നിട്ട് താഴോട്ട് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്, സിയിൽ വന്നിട്ട് പിന്നെ മുകളിലോട്ട്, ഡിയിൽ വന്ന് താഴോട്ട്, ഇയിൽ വന്ന് പിന്നെയും താഴോട്ട്, അങ്ങനെ കുറേ പോയിൻറ്റ്സ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ പല ടൈം ഫ്രെയിം, അതായത് 1 വീക്ക്, 60 മിനിറ്റ്സ് ഇതെല്ലാം എടുത്തിട്ട് നമ്മൾ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നല്ല രീതിയിൽ ഫൈൻ ട്യൂൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഫൈൻ ട്യൂൺ ചെയ്യുന്ന പ്രോസസ്സൊക്കെ നമുക്ക് മുന്നോട്ട് പഠിക്കാം. ഇവിടെ ഇതൊരു റഫ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാത്രമാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണെന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് മുകളിൽ താഴെ റിജക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും മുകളിൽ സെല്ലേഴ്സ് ഡോമിനേറ്റിംഗ് ആണ്, താഴെ ബയേഴ്സ് ഡോമിനേറ്റിംഗ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ 2 വര വരയ്ക്കുന്നു. ഇതാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഇതെപ്പോഴും വരയല്ല, ഇതൊരു സോണാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ പോയിന്റ് F കഴിഞ്ഞിട്ട് ഈ പ്രൈസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഈ പ്രൈസ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്ന് ഈ G എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്നു ഈ പ്രൈസ് തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത്. ഈ സപ്പോർട്ട് അവിടെ ഉള്ളത് കൊണ്ട് മാത്രം പ്രൈസ് റിവേഴ്സ് ചെയ്യണമെന്നില്ല, കൂടുതൽ കൺഫർമേഷൻസ് നമുക്ക് വേണം. അത് നമ്മൾ കൂടുതൽ ടെക്നിക്കൽ അനാലിസിസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. പക്ഷേ എനിവേ എനിക്ക് മനസ്സിലായി പോയിന്റ് ജിയിൽ വെച്ച് അത് തിരിച്ച് റിവേഴ്സ് ചെയ്യും എന്നെനിക്ക് മനസ്സിലായാൽ എനിക്ക് അവിടെ വെച്ച് എന്തൊക്കെ ചെയ്യാം, അവിടെ വെച്ച് എനിക്ക് സ്റ്റോക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ തിരിച്ച് മുകളിലോട്ട് പോകും. അപ്പോൾ മുകളിലോട്ട് പോകുന്ന സമയത്ത് എനിക്ക് പ്രോഫിറ്റ് എടുക്കാൻ ഞാൻ പ്ലാൻ ചെയ്യേണ്ടത് എവിടെ ആയിരിക്കണം, മുകളിലുള്ള റെസിസ്റ്റൻസിൻ്റെ അടുത്തെവിടെയെങ്കിലും എനിക്ക് പ്രോഫിറ്റ് എടുക്കാനുള്ള ടേക്ക് പ്രോഫിറ്റ് എനിക്ക് വെക്കാം. ഇതേപോലെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് പ്രൈസ് മുകളിലോട്ട് പോകുന്നതാണ്. ഇൻ കേസ് താഴോട്ട് വന്നാൽ എന്ത് ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലാവണം. താഴെ ഞാനൊരു സ്റ്റോപ്പ് ലോസും വെക്കണം. അപ്പോൾ പോയിന്റ് ജിയിൽ നിന്നും പ്രൈസ് മുകളിലേക്ക് കയറി പോയിന്റ് എച്ചിലേക്ക് എത്തുന്ന സമയത്ത് എനിക്ക് എക്സിറ്റ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാം. അപ്പോൾ അവിടെ നിന്നും പോയിന്റ് എച്ചിൽ നിന്നും എന്ത് സംഭവിക്കും, പോയിന്റ് എച്ചിൽ നിന്നും പ്രൈസ് വീണ്ടും താഴോട്ട് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അത് റെസ്പെക്റ്റ് ചെയ്താൽ. അപ്പോൾ ഞാൻ അവിടെ വെച്ച് ഒരു ഷോർട്ട് സെല്ല് നടത്തുന്ന സമയത്ത് ഞാൻ കരുതുന്നത് പ്രൈസ് താഴോട്ട് വരുമെന്നാണ്. പക്ഷേ നമ്മൾ ഈ ഗ്രാഫ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും പ്രൈസ് താഴോട്ടല്ല വന്നത്, പ്രൈസ് മുകളിലോട്ടാണ് പോയത്. അപ്പോൾ അവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചു. അങ്ങനെ നമ്മുടെ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നതിനെ ബ്രേക്ക് ഔട്ട് എന്നാണ് പറയുന്നത് എന്നൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടു. അപ്പോൾ അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലോട്ടാണ് പോകുന്നത് എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു കൺഫർമേഷൻ കിട്ടി. കാരണം സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽസ് ഒക്കെ നമുക്ക് അവിടെ കാണാം. അതിന് പുറമെ മറ്റ് കൺഫർമേഷൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് പ്രൈസ് മുകളിലോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് അവിടെ ആയിരിക്കും വെച്ചിരിക്കുന്നത്, ടേക്ക് പ്രോഫിറ്റ് താഴെ ആയിരിക്കും വെച്ചിരിക്കുന്നത്. ആ സ്റ്റോപ്പ് ലോസ് അടിച്ച് നമ്മൾ എക്സിറ്റ് ആയി പോകണം. ബ്രേക്ക്ഔട്ട് ചെയ്ത് ഒരുപാട് മുകളിലോട്ട് പോകും എന്ന് മനസ്സിലായാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും ബൈ കൊടുക്കാം, പിന്നെയും ബൈ ചെയ്ത് മുകളിൽ ചെന്നിട്ട് നമുക്ക് പിന്നെയും പ്രോഫിറ്റ് എടുക്കാം. ഇതൊക്കെ ഞാൻ ഒരു ഗ്രാഫ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പറയാനൊക്കെ എളുപ്പമാണ്. റിയാലിറ്റിയിൽ ഇതൊക്കെ ഡിഫറൻറ്റ് ആയിരിക്കും എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. നിങ്ങൾ അത് എപ്പോഴും മനസ്സിൽ കീപ്പ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നത്, ഒരു ട്രേഡ് എടുക്കാൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് ക്വിക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് റിവേഴ്സ് ചെയ്യും, കൃത്യമായിട്ട് അവിടെ നിന്ന് ബ്രേക്ക്ഔട്ട് ചെയ്യുന്ന നമുക്ക് നേരത്തെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല.
അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം, കൺഫർമേഷൻസ് കിട്ടണം. അപ്പോൾ ബ്രീഫായിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഒന്ന്, എവിടെ വെച്ച് എൻ്റർ ചെയ്യണമെന്നറിയാൻ, എവിടെ വെച്ച് എക്സിറ്റ് ചെയ്യണമെന്നറിയാൻ. മൂന്നാമത്, എവിടെ വെച്ച് റിവേഴ്സൽ നടക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്നറിയാൻ. ഇതിൻ്റെ എല്ലാം സോൺ നമുക്ക് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കാണിച്ചു തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ വീഡിയോയിലായിട്ട് നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു, അതിൻ്റെ സൈക്കോളജി പഠിച്ചു, എന്താണ് ഈ സംഭവം എന്ന് പഠിച്ചു, വരയ്ക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മുന്നോട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഈ കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോസിൽ നിന്നും ഒരുപാട് ഗുണം ഉണ്ടാവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ട്രേഡിംഗ് പഠിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ലോങ് ടേം ഇൻവെസ്റ്റിംഗ് ഒരു കാരണവശാലും നിങ്ങൾ വിട്ടുപോകരുത്. ലോങ് ടേം ഇൻവെസ്റ്റിങ്ങിനുള്ള പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട്. ആ വീഡിയോസും കണ്ട് നിങ്ങൾ ലോങ് ടേം ഇൻവെസ്റ്റിംഗ് തീർച്ചയായിട്ടും ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെ ട്രേഡിംഗ് വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ട്രേഡിങ്ങിൻ്റെ പ്ലേലിസ്റ്റും കൂടെ ചെക്കൗട്ട് ചെയ്യുക. ആദ്യം തൊട്ട് എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ബൈ.